നമ്മൾ എപ്പോഴും പറയുന്നതാണ് സെയിൽസ് ഗ്രോത്ത് ചെയ്യണം, നിങ്ങൾ കൂടുതൽ ഷോപ്പിലേക്ക് സംസാരിക്കണം എന്നുള്ളത്. എന്തുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴും അതിന് നേരം വൈകുന്നത്? ഈ വീഡിയോ തീർച്ചയായിട്ടും തികച്ചും ഫ്രഷ്വെല്ലിന്റെ സെയിൽസ് സ്റ്റാഫിന് വേണ്ടി മാത്രമുള്ളതാണ്. നിങ്ങൾക്ക് വലിയ ഒരു അവസരമാണ് കമ്പനി നൽകിയിട്ടുള്ളത്. നിങ്ങൾ അത് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതിലാണ് കാര്യം. നിങ്ങൾ എത്രത്തോളം അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതിലാണ് കാര്യം. ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു സാലറി ബേസിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളല്ല നിങ്ങൾ. പകരം നിങ്ങൾക്ക് ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് കമ്പനി തന്നിട്ടുള്ളത്. കാരണം നിങ്ങൾ ചെയ്യുന്ന വർക്കിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ വരുമാനത്തെ കൂട്ടാനും കുറക്കാനും സാധിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യം. നിങ്ങളാണ് തീരുമാനിക്കുന്നത് അടുത്ത മാസങ്ങളിൽ, അടുത്ത മാസത്തിൽ അല്ലെങ്കിൽ വരാൻ പോകുന്ന ഒരു വർഷത്തിൽ ഞാൻ എത്ര വരുമാനം വാങ്ങിക്കണം എന്നുള്ളത്. കാരണം നിങ്ങൾ മനസ്സിലാക്കുക, ഓരോ പാക്കേജിനും ഇത്ര രൂപ ഇൻസെന്റീവ് എന്നുള്ള രൂപത്തിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാമെന്ന് മനസ്സിലാക്കുന്നു. അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ മാനേജറുമായി സംസാരിച്ചാൽ അത് വ്യക്തമാക്കി തരുന്നതാണ്. അപ്പോ നിങ്ങളുടെ ഇൻസെന്റീവ് കൂടുതൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ സെയിൽ ചെയ്യുക എന്നുള്ളത്. കൂടുതൽ സെയിൽ ചെയ്യണമെങ്കിൽ പുതിയ കസ്റ്റമേഴ്സിനോട് സംസാരിക്കാൻ നിങ്ങൾ തയ്യാറാവണം. പുതിയ കസ്റ്റമേഴ്സിനോട് സംസാരിക്കുക എന്നുള്ളത് നമ്മളൊരു മുമ്പ് വീഡിയോ പറഞ്ഞതുപോലെ മിനിമം 5 ഷോപ്പിൽ ഒരു ദിവസം സംസാരിക്കുക എന്നുള്ളതാണ്. 5 ഷോപ്പിൽ ഒരു ദിവസം സംസാരിക്കാൻ നിങ്ങൾ തയ്യാറായാൽ 2 മാസം കൊണ്ട് നിങ്ങളുടെ സാലറി നിലവിലുള്ളതിനേക്കാൾ 10,000 രൂപ കൂട്ടാൻ നിങ്ങൾക്ക് സാധിക്കും. അതിന്റെ വ്യക്തമായ കണക്കുകൾ നമ്മുടെ മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ്. കാരണം 5 ഷോപ്പിൽ ഒരു ദിവസം സംസാരിച്ചാൽ 150 ഷോപ്പിൽ സംസാരിക്കാൻ കഴിയും. അത് നിങ്ങളുടെ സെയിൽസിന് ഒരു 15 ഷോപ്പ് ഒരു മാസത്തിൽ കൂടുതൽ ആഡ് ചെയ്യാൻ നമുക്ക് സാധിക്കുകയും അത് നിങ്ങളെ വരുമാനം ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ഫാമിലിയിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളിലേക്ക് ലഭിക്കാൻ സാധ്യതയുള്ള ഒരു എമൗണ്ട് ആണ്. അതിനെ നിങ്ങൾ എന്തിനു നേരം വയ്ക്കണം? ഇപ്പൊ തന്നെ പ്ലാൻ ചെയ്യുക. അതിനു വേണ്ടിയിട്ട് ഒരു ദിവസം നമുക്ക് ഡയറക്റ്റ് ഇരുന്ന് സംസാരിക്കാം. നമുക്ക് നേരിട്ടിരുന്ന് അതിന് നിങ്ങൾക്ക് എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടാവും അതൊക്കെ തരണം ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളെ സഹായിക്കാൻ നമുക്ക് കഴിയും. അപ്പോ നിങ്ങളുടെ റൂട്ട് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ചർച്ച ചെയ്യാൻ നമുക്ക് അതിന് വേണ്ടിയിട്ടൊന്ന് ഡയറക്റ്റ് ഇരിക്കാം. അത് നിങ്ങളെ മാനേജറുമായി സംസാരിച്ച് നമുക്ക് ഒരു ടൈം സെറ്റ് ചെയ്തിട്ട് സംസാരിച്ച് മുന്നോട്ട് പോകാം. നല്ല പ്ലാനോട് വ്യക്തമാക്കി മനസ്സിലാക്കുക. പുതിയ ഒരു SBS കൺസെപ്റ്റ് പ്ലാൻ ചെയ്ത് നമ്മൾ പുതിയ മാർക്കറ്റിലേക്ക് ഇറങ്ങിയപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതിലേറെ അപ്പുറത്തേക്ക് റിസൾട്ടാണ് വന്നത്. അതിന്റെ കാരണം ഇതാണ്. ഒരാളും നമ്മളെക്കാൾ കഴിവ് കൂടിയവരോ കുറഞ്ഞവരോ അല്ല, എല്ലാരെക്കാട്ടിലും കഴിവുള്ളവരാണ് ഓരോരുത്തരും. നമുക്ക് നമ്മുടേതായ കഴിവുകളുണ്ട്. പക്ഷെ അതിനു വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യാനും പ്രവർത്തിക്കാനും നമ്മുടെ മനസ്സുകൊണ്ട് തയ്യാറാവുക എന്നുള്ളതാണ് നമ്മുടെ സക്സസിലേക്ക് എത്തിക്കുന്ന പ്രധാനപ്പെട്ട. അപ്പോ ഓരോ ടൗൺ നമ്മൾ SBS സ്റ്റാർട്ട് ചെയ്ത ഓരോ ടൗണിൽ പുതിയ 50ഉം 60ഉം ഷോപ്പുകൾ നമുക്ക് ഓർഡർ എടുക്കാൻ കഴിഞ്ഞെങ്കിൽ അത് നമുക്കും സാധിക്കുന്നതാണ്. കമ്പനിയുടെ ഭാഗത്തു നിന്ന് നമ്മൾ നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ മനസ്സിനെ, ആ ഒരു മൈൻഡ് സെറ്റിനെ ആ ലെവലിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ശ്രദ്ധിക്കുക, നല്ല തീരുമാനങ്ങൾ എടുക്കുക, ഗ്രോത്തിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത് നോക്കി. താങ്ക് യു.